അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഷിർക്കത്തിൻ്റെ പാഠം കഴിഞ്ഞു അല്ലേ? പരസ്പരം പങ്കാളിത്തത്തോടു കൂടി നടത്തുന്നതാണ് ഷിർക്കത്ത്. അനന്തരാവകാശമായിട്ട് കൂട്ടുസ്വത്തുണ്ടാകും. ഈ കൂട്ടുസ്വത്തിന് ഷിർക്കത്ത് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന കൂട്ടുസ്വത്തുണ്ട്, അതാണ് വാങ്ങുക. പൈസ രണ്ട് കൂട്ടരും പൈസ ഇറക്കിയിട്ട്, രണ്ട് കക്ഷികൾ പൈസ ഇറക്കിയിട്ട് സാധനം വാങ്ങുക. ഓക്കെ, ഏതായാലും ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിൽ ചിലതൊക്കെ സ്വഹിയാണ്, 3 സ്വഹിയല്ല. ശിർക്കത്ത് അനാൻ സ്വഹിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ എല്ലാവിധ ശിർക്കത്തുകളും, നമ്മുടെ ബാത്തിലാണ് എന്ന് പറയുന്ന എല്ലാ ശിർക്കത്തുകളും അനുവദനീയമാണ് എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നത്. പ്രത്യേകിച്ച് ശിർക്കത്ത് അബ്ദാൻ ജായിസാണ് എന്നാണ് അബൂ ഹനീഫ റഹിമഹുല്ലയും മാലിക് ഇമാമും അഹ്മദ് ഇമാം പറയുന്നത്. ഷിർക്കത്ത് അബ്ദാൻ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത്. രണ്ടുപേരെന്ത് ചെയ്യുക, ഒന്നിച്ച് ജോലി ചെയ്യുക. ജോലി ചിലപ്പോൾ ഒരാൾ 10 മണിക്കൂറോ ചിലപ്പോൾ 5 മണിക്കൂറൊക്കെ ആയിരിക്കാം. ബിത്തസാവിനോ തഫാവുത്തീൻ. അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ, തൊഴിലിൽ എന്ത് ചെയ്യുക, പൈസ കൊണ്ടല്ല പങ്കാളിത്തം, പൈസ ഇറക്കുന്നില്ല, വ്യക്തികൾ പരസ്പരം കൂടി ചേർന്നുകൊണ്ട് ഒന്നിച്ച് ജോലി ചെയ്യുന്ന പരിപാടി. അത് ബാത്തിലാണ് എന്നാണ് ഹനഫി ഷാഫിഈ മദ്ഹബ്. കാരണം അത് ജോലിയിൽ വ്യത്യാസം വരില്ല, ചതിയും വഞ്ചനയൊക്കെ വരുമല്ലോ. സ്വാഭാവികമായിട്ടും നല്ല പ്രശ്നം ഉണ്ടാവും. ആരോഗ്യത്തിനും പ്രായത്തിനും ഒരാളുടെ സാമർഥ്യത്തിനനുസരിച്ചൊക്കെ ജോലിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതും അനുവദനീയമാണ് ഒരു തൊഴിലാണെങ്കിൽ എന്ന് അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അതാണല്ലോ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉമ്മത്തിന് അനുഗ്രഹമാണ് എന്ന് പറയുന്നത്. രണ്ടും ഒരു നിലക്ക് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. ഇങ്ങനെ പലപ്പോഴും ചതി വഞ്ചനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ നിലക്കത് വേണ്ടാന്ന് വെക്കാം. ഇനി അത് ചെയ്യാൻ പറ്റുന്ന അത്രയും ചതി വഞ്ചനൊന്നും ഇല്ലാത്തൊരു സാഹചര്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്ത് ചെയ്യുക, ഹനഫി മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയും ചെയ്യാം. പിന്നെ ഓരോരുത്തരും പൈസ ഇറക്കിയിട്ടുള്ള, പരസ്പരം കൂട്ടിക്കലർത്താതെ നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ, ലാഭം 2 കൂട്ടർക്കുമെന്ന് പറയുന്നത്, അതും പറ്റൂല. അത് പറ്റുമെന്ന് പറഞ്ഞവരും ഉണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, ഹറാമും ഹലാലും കൂടിക്കലർന്നാൽ പിന്നെ ചില ആൾക്കാരെ ധാരണ പിന്നെ ആ സ്വത്ത് മൊത്തം അശുദ്ധമായി എന്നാണ്. അങ്ങനെയല്ല, ഹറാമിൻ്റെ ഭാഗം മാറ്റി വെച്ചാൽ ബാക്കിയുള്ളതിൽ എന്ത് ചെയ്യുക, നമുക്ക് അനുവദനീയമാണ്. ഇനി ശുഫഅത്ത് എന്ന് പറയുന്ന പാഠം കൂടെ പറഞ്ഞിട്ട്, ചെറിയൊരു പാഠമാണ്, എന്നിട്ട് നമുക്ക് എങ്ങോട്ട് പോകാം, ഇജാറത്തിലേക്ക്, വാടകയുടെ പാഠത്തിലേക്ക് പോകാം. ഈ ശുഫഅത്ത് ഒരു ഫസ്ലായിട്ടാണ് കൊടുത്തത്. കാരണം ഈ ശിർക്കത്ത് പോലൊക്കെ തന്നെ ഒരു സംഭവമാണല്ലോ അത്. ശിർക്കത്ത് പങ്കാളിത്താണ് എന്നതുപോലെ ശുഫഅത്ത് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുസ്വത്തുണ്ടല്ലോ. ഇപ്പോൾ വാപ്പ മരിച്ചപ്പോൾ 2 മക്കളുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്ക് ഒരു 10 സെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു വീട് കിട്ടി. ഈ വീട് പുറത്തേക്ക് വിൽപ്പന നടത്തുമ്പോൾ ഇവൻ്റെ സമ്മതമല്ലാതെ ഈ 2 വീട്, ഇപ്പം അല്ലെങ്കിൽ ഒരു 5 സെൻറ്റ് സ്ഥലം, അതിൽ വീടും, ഇത് 2 കൂട്ടർക്കും കൂടിയാണ് കിട്ടിയിട്ടുള്ളത് വാപ്പ മരിച്ചപ്പോൾ. അപ്പോൾ ഇത് ഇവൻ്റെ സമ്മതമല്ലാതെ, ഇതിന് ശരീക്ക് എന്നാണല്ലോ പറയാം, ഈ പങ്കാളിയുടെ സമ്മതമല്ലാതെ വിൽക്കാൻ പാടില്ല. വിറ്റ് കഴിഞ്ഞാൽ
ആ വിൽപ്പന ഏറ്റെടുത്തിട്ട് വസ്തു തൻ്റെ പേരിലാക്കുക എന്നുള്ളത്, അതിൻ്റെ പേരാണ് ഷഫ്അത്ത് എന്ന്. ഇരട്ടിപ്പിക്കുക എന്നാണല്ലോ. ഷഫ് എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പിക്കുക എന്നാണ്, ഇരട്ടി എന്നാണ് അർത്ഥം. രണ്ടാൾക്കാർ തമ്മിലുള്ള ഇടപാടാകുമ്പോൾ അങ്ങനെയാണല്ലോ. എന്താ വെച്ചാൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് അല്ലാഹു തആല ഈ നിയമം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത്. എന്ത് ബുദ്ധിമുട്ട്? ഇപ്പോൾ ഒരു വീട്, ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ട്, അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ പകുതിയാണ് ഓരോരുത്തരുടേതും. അപ്പോൾ 5 സെൻറ്റ് അയാൾ വിൽക്കുമ്പോൾ, ഓഹരി ചെയ്യാത്ത ഈ 10 സെൻറ്റ് ഭൂമി വിൽക്കുമ്പോൾ അതിലേക്ക് ഞാൻ റോഡ് വേറെ ഉണ്ടാക്കേണ്ടി വരും, എൻ്റെ വീടിന് ബുദ്ധിമുട്ട് വരും, എൻ്റെ കിണറിന് ബുദ്ധിമുട്ട് വരും, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യുക? വിൽപ്പന അസാധുവാക്കിയിട്ട് എത്രക്കാണോ വിറ്റത് ആ പൈസക്ക് എന്ത് ചെയ്യുക? ഇയാൾ ഏറ്റെടുക്കുന്നതിൻ്റെ പേരാണ് ഷഫ്അത്ത് എന്ന് പറയുന്നത്. ഇത് കൂട്ടുസ്വത്തിൽ മാത്രമേ എന്താവുള്ളൂ, നടക്കുകയുള്ളൂ. ശരി. അബൂ ഹനീഫയുടെ മദ്ഹബ് പ്രകാരം അയൽപ്പക്കത്തുള്ള ഭൂമിയിലും അത് നടക്കുമെന്നാണ്. എൻ്റെ ഭൂമിയും നിങ്ങളുടെ ഭൂമിയും തൊട്ടടുത്താണ്. അപ്പോൾ അത് എൻ്റെ തൊട്ടടുത്ത ഭൂമി എൻ്റെ സമ്മതമില്ലാതെ വിൽക്കുമ്പോൾ എനിക്കതുകൊണ്ട് പല ബുദ്ധിമുട്ടും വരുമല്ലോ. അപ്പോൾ ആ വിറ്റത് എന്ത് ചെയ്യുക? ഞാൻ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കോടതി പ്രകാരം അതിൻ്റെ പൈസ നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ 2 സ്വത്തും ഒരാളുടേതായിട്ട് മാറും. ഇതിപ്പോൾ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള സാധനം ബലാത്കാരമായിട്ട് തന്നെ പിടിച്ചെടുക്കുന്ന സംവിധാനമാണ് എന്ത്? ഷഫ്അത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പങ്കാളിക്കേ ഉള്ളൂ, ആർക്കില്ല? ജാറ്, അയൽവാസിക്കില്ല. അയൽവാസിക്ക് തൊട്ട് ചേർന്ന് നിൽക്കുന്ന അയൽവാസിക്ക് എന്തുണ്ട്? ഇപ്പോൾ 4 റൂമുള്ള ഒരു സംഭവമാണ്. 4 റൂമുള്ള ഒരു കെട്ടിടത്തിൽ 2 റൂം എൻ്റെതും 2 റൂം നിങ്ങളുടേതാണ്. നിങ്ങൾ ആ 2 റൂം വിൽക്കുമ്പോൾ എനിക്ക് മറ്റൊരു ആൾ ഉടമസ്ഥൻ അവിടെ വരുമ്പോൾ പല ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അയാൾ വിറ്റ ആ പൈസക്ക് ഞാൻ എന്ത് ചെയ്യുക? ഏറ്റെടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഞാനങ്ങനെ പറയാമെന്ന് മാത്രം. എങ്ങനെ? ഈ കോടതികളിലൊക്കെ നമ്മൾ ഈ കേസുമായിട്ട് ചെല്ലുമ്പോഴേ ചിലപ്പോൾ ഹനഫി മദ്ഹബുകാരനായ ഖാദി ആയിരിക്കും വിധിക്കുക. അപ്പോൾ ഹനഫി മദ്ഹബുകാരനായ ഖാദി വിധിക്കുമ്പോൾ അയൽവാസിക്ക്, ജാറിന്, തൊട്ടടുത്ത ഉടമസ്ഥന്, വസ്തുവിൻ്റെ തൊട്ടടുത്തുള്ള വസ്തുവിൻ്റെ ഉടമസ്ഥന് ഷഫഅത്ത് ഉണ്ട് എന്നായിരിക്കും ഹനഫി മദ്ഹബുകാരനായ ഖാദി വിധിക്കുക. നമ്മളെന്താ പറയില്ല, പാർട്ട്ണർക്ക് മാത്രമേ എന്തുള്ളൂ, പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ പങ്കാളിക്ക് മാത്രം, കൂട്ടുസ്വത്തിലുള്ള പങ്കാളിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ ഷാഫി മദ്ഹബുകാരനെങ്കിൽ പോലും ആദ്യം എന്താണോ വിധിക്കുന്നത് അതാണ് തീരുമാനം. അപ്പോൾ ഷാഫി മദ്ഹബിൽ ഇപ്പോൾ ആകില്ലല്ലോ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടല്ലേ? ഈ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇസ്ലാമിക കോടതികളിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവുള്ളൂ, അത് ഖാദിൻ്റെ മദ്ഹബ് എന്താണോ അത്. കാരണം 4 മദ്ഹബും ശരിയാണെന്ന് നമ്മൾ പറയുന്നത്. ഞാൻ കുറേ സംസാരിച്ചു അല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, വിഷയത്തിലേക്ക് കിടക്കാം. റെഡിയല്ലേ? ഇതൊക്കെ ഉപകാരമുള്ളൊരു മസല തന്നെയാണ്. ശരീഅത്തിൻ്റെ നിയമങ്ങളൊക്കെ വളരെ ആഴത്തിലുള്ളതും ജനകീയ സ്വഭാവമുള്ളതും ജീവൽ ഗന്ധിയുമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഫസ്ലുൻ ഇന്നമാ യസ്ബുത്തു ഷഫ്അത്തു ശരീക്കിന്, ഷഫ്അത്ത് ശരീക്കിന് മാത്രമേ സ്ഥിരപ്പെടൂ. ലാ ജാരിൻ, അയൽവാസിക്കില്ല. എന്തിലാണ് ഷഫഅത്ത് സ്ഥിരപ്പെടുക? ഫീ ബൈ അർളിൻ, ഭൂമി വിൽപ്പനയിൽ, മാ താബിഇഹ, അതിൻ്റെ അനുബന്ധത്തോടു കൂടെ. ഭൂമി വിൽപ്പനയിൽ അതിൻ്റെ അനുബന്ധ വസ്തുക്കളോടുകൂടെ. കബിനായിൻ, കെട്ടിടം, വശജരിൻ, മരം, വസമരിൻ, പഴം, വൈരി മുഅബ്ബരിൻ, മൂത്ത് ഭാഗമാകാത്ത പഴം, ഇതൊക്കെ അതിൽ പെടും ഷഫഅത്തിൽ. ഭൂമി വിൽപ്പന അതിൻ്റെ അനുബന്ധങ്ങളോടുകൂടെ. ബിനാവ്, കെട്ടിടം, മരം, പഴം, വൈറ മുഅബ്ബരിൻ, തേബീർ ചെയ്യപ്പെടാത്ത അഥവാ മൂത്ത് ഭാഗമാകാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫലാ ഷഫാത്ത ഫീ ഷജരിൻ, മരത്തിൽ ഷഫാത്തില്ല. ഉഫ്രിദ ബിൽ ബൈഇ, വിൽപ്പന കൊണ്ട് തനിപ്പിക്കപ്പെട്ട, എന്നുവെച്ചാൽ ഭൂമി കൂട്ടിയിട്ടില്ല, മരം മാത്രമേ
വിറ്റിട്ടുള്ളൂ എന്നൊക്കെ, അവിടെ എന്തില്ല, ഷഫാഅത്തില്ല. കൂട്ടുസ്വത്തിലെ മരം ശരീക്ക് വിറ്റു എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഔ ബൈഇൻ മാ മഗ്രിസിഹി ഫഖത്ത്, ഭൂമില്ല, അത് വിൽപ്പനയിൽ, മാ മഗ്രിസിഹി ഫഖത്ത്, ആ ഭൂമിയുടെ മഗ്രിസ് സഹിതം. മഗ്രിസ് പറഞ്ഞാൽ അത് നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഭൂമി ആ മരം നിൽക്കുന്ന സ്ഥലത്തോടു കൂടെയുള്ള വിൽപ്പനയിലും ഷഫാഅത്തില്ല. ഭൂമി വിൽക്കണം, അതിൻ്റെ അനുബന്ധ സാധനങ്ങളാണ് വിടുക. ഇവിടെ മരമല്ലേ വിറ്റിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ മരം നിൽക്കുന്ന സ്ഥലം മാത്രമല്ലേ വിറ്റിട്ടുള്ളൂ. ഒലാഫി ബിരിൻ, കിണറിലില്ല, അതൊന്നും ഭൂമിയല്ലല്ലോ, ഭൂമിൻ്റെ താപികളല്ലേ. ഭൂമി വിൽപ്പനയിലാണ് ചുരുക്കത്തിൽ ഷഫാഅത്തുള്ളത് എന്നർത്ഥം. വലായംലിക്ക് ഷഫീ ഇല്ലാ ബി ലഫ്ദിൻ, ഒരു പദത്തോടു കൂടെ അല്ലാതെ ഷഫീ ഉടമസ്ഥനാക്കുകയില്ല. അപ്പം അങ്ങനെ ഒരാൾ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്തായിട്ടുണ്ട്, അഖസ്തു ബി ഷഫാഅത്തി, അയാൾ വിറ്റത്, എൻ്റെ കൂടെയുള്ള ആൾ, എൻ്റെ പാർട്ട്ണർ വിറ്റത് ഞാൻ എന്തായിട്ടുണ്ട്, എടുത്തു എന്ന് പറയാം. അപ്പോൾ സാധനങ്ങളുടെ വിൽപ്പനയിലൊന്നും ഷഫാഅത്തില്ല, ഭൂമി വിൽപ്പനയിലേ ഉള്ളൂ. ആ വിൽപ്പനയിൽ അനുബന്ധ സാധനങ്ങളും ഉൾപ്പെടുന്നു മാത്രം. അപ്പോൾ പിടിച്ചെടുക്കുമ്പോഴും ഈ അനുബന്ധ വസ്തുക്കൾ, കെട്ടിടങ്ങളും മറ്റുമൊക്കെ എനിക്ക് പിടിച്ചെടുക്കാം. കാഹത്ത് ബിഷഫ മാ ബദലി സമനിൽ മുഷ്തരി, അപ്പോൾ പിന്നെ അതിൻ്റെ വില ആർക്ക് കൊടുക്കണം, മുഷ്തരിക്ക് കൊടുക്കണം. ആരാണോ അത് ആദ്യം വാങ്ങിയത് ആ വ്യക്തിക്ക് കൊടുക്കലോടുകൂടെ. ഫസ്ലുൻ വൈൻ ഇന്നമായ ഷഫാഅത്ത് സ്ഥിരപ്പെടും ലി ഷരീക്കിൻ, കൂട്ടുസ്വത്തിലെ പങ്കാളിക്ക് മാത്രം, ലാലി ജാരിൻ, അയൽവാസിക്കില്ല. ഹനഫി മദബിലുണ്ട്, അതിന് വേണ്ടാണ്, അതിനെ സൂചിപ്പിക്കാനാണ് അയൽവാസിക്കില്ല എന്ന് പറയുന്നത്. ഫി ബൈഇ അർദിൻ, ഭൂമി വിൽപ്പനയിൽ, മഅ താബിഇഹ, ആ ഭൂമിയുടെ താബിയായിട്ട് വല്ലതും, അനുബന്ധമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് സഹിതം. ഉദാഹരണം കെട്ടിടം, മരം, വസമരിൻ ഗൈരി മുഅബ്ബരിൻ, തേബീർ ചെയ്യപ്പെടാത്ത പഴങ്ങൾ. ഫലാ ഷഫാഅത ഫി ഷജരിൻ, അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും പങ്കാളിത്തത്തിലുള്ള ഒരു മരമാണ്, ആ മരത്തിൻ്റെ വിൽപ്പനയിൽ എന്താവില്ല, ഷഫാഅത്ത് ഇല്ല. അപ്പോൾ അയാളെ വിഹിതം വിറ്റു, എനിക്കത് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഒരു മരത്ത് എൻ്റെയും നിങ്ങളുടെയും പങ്കുള്ള ഒരു മരത്തിൻ്റെ പകുതി അയാൾ വിറ്റാൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. എങ്ങനത്തെ മരം, ഉഫ്രിദ ബിൽ ബൈഇ, ഭൂമിയിൽ നിന്ന് അതിനെ മാത്രം വിൽക്കപ്പെട്ടു, ഉഫ്രിദ ബിൽ ബൈഇ, ആ മരത്തെ മാത്രം വിൽക്കപ്പെട്ടു. ഔ ബൈഇൻ മാ മഗ്രിസിഹി, അല്ലെങ്കിൽ അത് നിൽക്കുന്ന സ്ഥലത്തോടു കൂടെ ആ മരം വിറ്റു, അവിടെയും ഷഫാഅത്തില്ല. ഒലാഫി ബിഇരിൻ, കിണറിലുമില്ല. ചിലപ്പം മരം നിൽക്കുന്ന സ്ഥലവും കൂടി വിൽക്കാറുണ്ടല്ലോ. വലായംലിക്ക് ഷഫിയോ, ഷഫിയെ ഉടമസ്ഥനാക്കുകയില്ല, ഷഫിയെ ഉടമയാവുകയില്ല. ഇല്ലാ ബിലഫ്ദിന്, ഒരു പദം കൂടെ വേണം, ഒരു പദം വേണം, ഞാൻ ഷഫാഅത്തുകൊണ്ട് അതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. പിന്നെന്ത് ചെയ്യണം, ആ ബദരി സമനി, വില നൽകുകയും വേണം. ആർക്ക്, ലിൽ മുഷ്തരി, മുഷ്തരിക്ക്, അവൻ്റെ തൃപ്തിയോടുകൂടി, ഷരീക്കിൻ്റെ തൃപ്തിയോടുകൂടി ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇജാറത്തിൻ്റെ പാഠമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ നമുക്കത് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇരുവീട്ടിലും നമ്മളെ വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലു അലൻ നബി സ്വല്ലല്ലാഹു